ചരിത്രപ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി ഇന്ന് വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായ ഇന്ന് അഭൂതപൂർവമായ ഭക്തജനത്തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. ദശമി ദിവസത്തിൽ പുലർച്ചെ 3-ന് തുറന്ന നട നാളെ രാവിലെയാകും അടയ്ക്കുക. വിവരങ്ങളുമായി ഹരീഷ് വരുന്നുണ്ട്. ഹരീഷ്, തിരക്കിനെക്കുറിച്ച്, ഗുരുവായൂരിലെ തിരക്കിനെക്കുറിച്ച് നമുക്ക് പറയേണ്ട സാഹചര്യമില്ല. കാരണം അവിടെ ഇന്നത്തെ ദിവസമല്ല, എല്ലാ ദിവസവും തിരക്കാണ്. ഇന്ന് ഒരു പ്രത്യേക തിരക്കും കൂടിയായിരിക്കുമല്ലോ. ഇന്നത്തെ ചടങ്ങുകൾ എങ്ങനെയാണ്? ഏകദേശം 53 മണിക്കൂറോളം നട തുറന്നിരിക്കുന്നു. ഓരോ മണിക്കൂർ, ഒരു പൂജ കഴിഞ്ഞ ശേഷം ഓരോ മണിക്കൂർ ഇടപെട്ടാണെന്ന് തോന്നുന്നു ഭക്തരെ അകത്തേക്ക് പ്രവേശിക്കുന്നത്. സ്വാഭാവികമായും കോടതിയൊക്കെ ഇടപെട്ട ഒരു വിഷയമാണല്ലോ ഈ നട തുറക്കുന്ന വിഷയത്തിൽ. എന്താണ് ഇന്നത്തെ ഇത്തവണത്തെ പ്രത്യേകതകൾ? നേരത്തെ സൂചിപ്പിച്ചതുപോലെ എത്രത്തോളം തിരക്കുണ്ട്? വിശേഷാൽ പൂജകൾ എന്തൊക്കെയാണ്? രാജേഷ്, തീർച്ചയായും സ്വാഭാവികമായും ഏകാദശിയുടെ നിറവിൽ തന്നെയാണ് ഗുരുവായൂർ ഒരു ഭക്തജന തിരക്ക് സ്വാഭാവികമായും ഇന്ന് കൂടുതലാണ്. മാത്രമല്ല ഈ മണ്ഡലകാലം കൂടി ആയതിനാൽ തന്നെ അയ്യപ്പന്മാരുടെ അടക്കം തിരക്ക് ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് രാവിലെ 3 മണിക്ക് നട തുറന്നാൽ അത് നാളെ രാവിലെ മാത്രമേ അടയ്ക്കുകയുള്ളൂ. അത്രയും വലിയ ഒരു ദീർഘമായ ഒരു ദർശന സമയമാണ് ഈ ഒരു ഏകാദശി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഉള്ളത് കിഴക്കേ നടയിലാണ്. ഈ കിഴക്കേ നടയിലുള്ള ഈ ഒരു തിരക്ക് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഓരോ 5 പൂജകൾ കഴിഞ്ഞാൽ 1 മണിക്കൂർ തുടർച്ചയായി ഭക്തർക്ക് ദർശനം അനുവദിക്കുന്നുണ്ട്. 53 മണിക്കൂർ നട തുറന്നിരിക്കുന്നതിനാൽ പുലർച്ചെ 5 മുതൽ വൈകിട്ട് 5 വരെയാണ് സ്പെഷ്യൽ ക്യൂ ഒഴിവാക്കിയിട്ടുള്ളത്. മാത്രമല്ല ഏകാദശി ദർശനത്തിന് വരി നിൽക്കുന്നവർക്ക് മുൻഗണന നൽകുന്നുണ്ട്. സ്പെഷ്യൽ ക്യൂ ഇന്ന് ഇല്ല എന്നുള്ളതാണ്. കാരണം ഈ ഭക്തജന തിരക്ക് പരിഗണിച്ചുകൊണ്ടാണ് ഇന്ന് സ്പെഷ്യൽ ക്യൂ ഒഴിവാക്കിയത് എന്നുള്ളത്. മാത്രമല്ല ഏകാദശിയോട് അനുബന്ധിച്ചുകൊണ്ട് മഹാപ്രസാദകൂട്ട്, ദശമി വിളക്ക്, പഞ്ചരത്ന കീർത്തനാലാപനം, ഈ ചെമ്പൈ സംഗീതോത്സവത്തിൻ്റെ സമാപനം തുടങ്ങിയ പ്രധാന പരിപാടികളാണ് ഇന്ന് നടക്കുക. ഉദയാസ്തമന പൂജയോടുകൂടിയാണ് ഇന്ന് തുടക്കം കുറിച്ചത്. അത് ദേവസ്വത്തിൻ്റെ തന്നെ ഉദയാസ്തമന പൂജയാണ്. ഉദയാസ്തമന പൂജയോടെ ഇന്ന് തുടക്കം കുറിച്ചുകൊണ്ടാണ് ഈ ഒരു പുലർച്ചെ 3 മണിക്ക് നട തുറന്നത്. ആ സമയം മുതൽ തന്നെ വലിയ ഭക്തജന തിരക്കാണ് ഈ ഒരു ക്ഷേത്രത്തിലും ക്ഷേത്ര പരിസരത്തും അനുഭവപ്പെടുന്നത്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ തിരക്ക് അല്പം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു സമയമായപ്പോഴേക്കും അല്പം തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ പുലർച്ചെ മുതൽ ഇതുവരെ വലിയ തിരക്കായിരുന്നു. എന്നാൽ ഇനി അങ്ങോട്ട് അല്പം തിരക്ക് കുറഞ്ഞ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ ഒരു സമയം നോക്കുമ്പോൾ തിരക്ക് കുറവാണ് എന്ന് വേണം പറയാൻ. അത്രത്തോളം ഭക്തജന തിരക്കില്ല. പക്ഷേ രാവിലെ പുലർച്ചെ 3 മുതൽ ഇതുവരെ വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടത്. ഇനി ഉച്ചവരെ ഇത്തരത്തിൽ വലിയ തിരക്ക് ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമുള്ള ചടങ്ങുകളുണ്ട്. അപ്പോഴേക്കും വീണ്ടും ആ തിരക്ക് കൂടാനുള്ള ഒരു സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ്. പല സ്ഥലങ്ങളിലും ഈ മാധ്യമങ്ങൾക്കടക്കം വിലക്കുള്ളത് കൊണ്ട് വലിയ രീതിയിലുള്ള ദൃശ്യങ്ങൾ നമുക്ക് ഒപ്പിയെടുക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്കിപ്പോൾ കിഴക്കേ നടയിൽ നിന്നും നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നീണ്ട നിര ഭക്തജന തിരക്ക് തന്നെയാണ്. അതിൽ പ്രധാനമായി ഒരു സീനിയർ സിറ്റിസൺ, അതുപോലെ ഇവിടെയുള്ള പ്രാദേശിക ഭക്തർ, അവർക്കായുള്ള വരിയാണ് ഈ രാവിലെ 3 മുതൽ 4:30 വരെ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇത്തരത്തിലുള്ള സ്പെഷ്യൽ ക്യൂകൾ ഇല്ല എന്നുള്ളതാണ് ദേവസ്വം ഇന്നലെ തന്നെ അറിയിച്ചിരിക്കുന്നത്. അതായത് ഈ ഭക്തർക്ക് അത് ദൂരെ നിന്നടക്കം ഭക്തരെത്തുന്നു, നിരവധി അയ്യപ്പ ഭക്തരടക്കം എത്തുന്നു. അത്രത്തോളം തിരക്കുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നു. ഇത് പരിഗണിച്ചുകൊണ്ട് സ്പെഷ്യൽ ക്യൂകൾ ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യമാണ് ദേവസ്വം കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ പ്രത്യേക ക്യൂ ഒന്നും ഒരുക്കിയിട്ടില്ല. ഈ കാണാനെത്തുന്ന ഭക്തർ ക്യൂ നിന്നുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ക്ഷേത്രത്തിനകത്തേക്ക് കയറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും ഈ വരും മണിക്കൂറുകളിലും ഈ ഒരു രീതിയിലുള്ള തിരക്ക് കുറയാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോഴത്തെ തിരക്ക് നോക്കുമ്പോൾ. പക്ഷേ പുലർച്ചെ മുതൽ ഇതുവരെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. എന്തായാലും ചടങ്ങുകളെല്ലാം തന്നെ കൃത്യമായി നടക്കുന്നുണ്ട്. എല്ലാവരും ഈ കണ്ണനെ കണ്ട് വളരെ ഭക്തിയോടുകൂടി തന്നെ തൊഴുത് മടങ്ങാനുള്ള അത്തരത്തിൽ ഒരു ഭക്തിപൂർണ്ണമായ ഒരു കാഴ്ചയാണ് ഗുരുവായൂരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാജേഷ്. യെസ്, ഹരീഷാണ് ഗുരുവായൂർ ക്ഷേത്ര നടയിൽ നിന്നും തത്സമയ റിപ്പോർട്ട് നൽകിയത്.